ഇപ്പോൾ എബ്രോഡ് പോകണം എന്ന് വിചാരിക്കുന്ന നഴ്സസിന് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായാലും ഉണ്ടാവുമല്ലോ, ഒരു എക്സാം അല്ലെങ്കിൽ ഏജ്, എഡ്യൂക്കേഷൻ, അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും വ്യൂവേഴ്സിന് ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിക്ക്? ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിന് എലിജിബിൾ ആയിട്ടുള്ള നഴ്സസ് BSc, പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്ത നഴ്സസ്, പിന്നെ ഒരു 3 കോഴ്സ് ഉണ്ട്, GCAN, GDN, GCN. ഇത് ഓസ്ട്രേലിയയുടെ ഒരു കോഴ്സാണ്. ഞാനിപ്പോൾ നേരത്തെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞത് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ ഇത്രയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സാണെന്നുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ എലിജിബിലിറ്റി ഉണ്ടെന്നർത്ഥം. അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏജ് വൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര ഏജ് കഴിഞ്ഞാൽ പിന്നെ ഇനി മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും? ഏജിന്റെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ലൈസൻസ് എടുക്കാനായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും, ഇപ്പൊ 50 വയസ്സായിക്കോട്ടെ 55 വയസ്സായിക്കോട്ടെ, അവർക്ക് ലൈസൻസിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണല്ലോ. സോ PR നോക്കണമെങ്കിൽ ബിലോ 45 ആയിരിക്കണം ഏജ് ലിമിറ്റ്. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, ന്യൂസിലൻഡും ഉണ്ട്. നമ്മൾ ഡെസ്മ ന്യൂസിലൻഡും കൂടി ചെയ്യുന്നുണ്ട്. സോ ന്യൂസിലൻഡിലെ ഏജ് ലിമിറ്റ് 55 ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഓസ്ട്രേലിയൻ ലൈസൻസ് എടുത്തു കഴിഞ്ഞ് പിന്നെ ന്യൂസിലൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു പാത്വേ ഓപ്ഷൻ ഉണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പം കുറച്ച് കൂടുതൽ ഏജുള്ള ആളാണെങ്കിൽ നമ്മളത് ന്യൂസിലൻഡിലേക്ക് ട്രൈ ചെയ്യാനായിട്ട് പറയും.